ഹരി കൃഷ്ണ, ഏവർക്കും എൻ്റെ ബ്ലൂ കൃഷ്ണ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നാം കേൾക്കാൻ പോകുന്നത് ദിവ്യമായ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ കഥയാണ്. ഗോവർദ്ധന പർവ്വതം ഒരു സാധാരണ പർവ്വതമല്ല. അത് ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് ഭഗവാൻ കൃഷ്ണൻ്റെ നിത്യ ലോകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അവതരിച്ചതാണ്. ഭഗവാൻ കൃഷ്ണൻ ഭൂമിയിൽ അവതരിക്കുമ്പോൾ ഭഗവാന്റെ ലീലകൾ സഹായിക്കാനായി ഗോവർദ്ധന പർവ്വതം കൂടി വന്നു. ഈ പർവ്വതം പശുക്കൾക്ക് പുല്ല്, ഭക്തർക്കായി ഫലങ്ങൾ, ഔഷധങ്ങൾ, ശുദ്ധജലം എല്ലാം നൽകിയിരുന്നു. ഒരു ദിവസം വൃന്ദാവനത്തിലെ ജനങ്ങൾ മഴദേവനായ ഇന്ദ്രനെ പ്രസാദിപ്പിക്കാൻ വലിയൊരു യാഗം നടത്താൻ തയ്യാറായി. അപ്പോൾ നമ്മുടെ കൃഷ്ണൻ വെറും 7 വയസ്സുള്ളപ്പോൾ ചോദിച്ചു, നമുക്കെന്തിനാ ഇന്ദ്രനെ ആരാധിക്കേണ്ടത്? ഗോവർദ്ധന പർവ്വതം തന്നെയാണ് നമ്മെ പോറ്റുന്നത്. പുല്ല്, ജലം, ഭക്ഷണം എല്ലാം അത് തന്നെയാണ് നൽകുന്നത് എന്ന് കൃഷ്ണൻ പറയുണ്ടായിരുന്നു. അപ്പോൾ ഗ്രാമവാസികൾ കൃഷ്ണൻ്റെ വാക്ക് കേട്ട് ഗോവർദ്ധന പർവ്വതത്തെ ആരാധിച്ചു. അവർ അന്നക്കൂട്ട് മഹോത്സവം നടത്തി മല പോലെ ഭക്ഷണം ഒരുക്കി ഭഗവാന് സമർപ്പിച്ചു. ഇത് കണ്ട ഇന്ദ്രൻ ഭയങ്കരമായി കോപിച്ചു. അവൻ ഇടിമിന്നലും കനത്ത മഴയും അയച്ചു വൃന്ദാവനം നശിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ കൃഷ്ണൻ തൻ്റെ ഇടത് കൈയിലെ ഈ ചെറുവിരൽ കൊണ്ട് ഗോവർദ്ധന പർവ്വതം ഉയർത്തി ജനങ്ങളെയും മൃഗങ്ങളെയും 7 ദിവസം 7 രാത്രിയും അതിൻ്റെ കീഴിൽ സംരക്ഷിച്ചു. അവസാനം ഇന്ദ്രൻ തൻ്റെ അഹങ്കാരം വിട്ട് കൃഷ്ണൻ്റെ മുന്നിൽ വിനീതമായി നമസ്കരിച്ചു. ഇന്ദ്രൻ മനസ്സിലാക്കി കൃഷ്ണൻ തന്നെയാണ് പരമദൈവം, പരമപുരുഷൻ എന്ന്. ഗോവർദ്ധന എന്ന അർത്ഥം പശുക്കളെയും ഭക്തന്മാരെയും പോറ്റുന്നവൻ. ഇത് കൃഷ്ണൻ തന്നെയാണ് പറഞ്ഞത്. ഗോവർദ്ധനനും ഞാനും വേറെയല്ല, ഒന്നാണെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ദേവന്മാരിലെ സമ്പത്തുകളിലോ ആശ്രയിക്കാതെ കൃഷ്ണനിൽ മാത്രം ആശ്രയിക്കണം. ഭക്തിയോടെ സമർപ്പിക്കുമ്പോൾ കൃഷ്ണൻ തന്നെയാണ് നമ്മെ സംരക്ഷിക്കുന്നത്. ലോകമെമ്പാടും ഭക്തർ ഗോവർദ്ധന പൂജ ആഘോഷിക്കുന്നു. ദീപാവലിക്ക് ശേഷം ദിനത്തിൽ അവർ മധുരങ്ങൾ കൊണ്ട് ഗോവർദ്ധന പർവ്വതത്തിൻ്റെ രൂപമുണ്ടാക്കി 100 കണക്കിന് വിഭവങ്ങൾ സമർപ്പിക്കുന്നു. അതിനെയാണ് അന്നക്കൂട്ട് ഉത്സവം എന്ന് പറയുന്നത്. ഭക്തർ പാടുകയും നൃത്തം ചെയ്യുകയും കൃഷ്ണൻ്റെ ലീലകൾ സംസാരിക്കുകയും ചെയ്യുന്നു. ശ്രീല പ്രഭുപാദർ പറഞ്ഞിട്ടുണ്ട്, ഗോവർദ്ധന പർവ്വതം ഭഗവാന്റെ മഹാഭക്തനാണ്. ഗോവർദ്ധന ആരാധിക്കുമ്പോൾ നമ്മുടെ കൃഷ്ണഭക്തിയും വർദ്ധിക്കുന്നു. അതുകൊണ്ട് പ്രിയ ഭക്തന്മാരെ, നിങ്ങളും ഗോവർദ്ധന പർവ്വതത്തെ കാണുമ്പോഴോ ചിത്രമായി നോക്കുമ്പോഴേ ഓർക്കൂ, അതൊരു കല്ലല്ല, ഭഗവാന്റെ കൃഷ്ണൻ്റെ സ്വരൂപം തന്നെയാണ്. അത് ഭക്തജനങ്ങളെ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ഗോവർദ്ധന, വൃന്ദാവനവാസികൾക്ക് നീ നൽകിയ പോലെ എനിക്കും നിൻ്റെ പാദങ്ങളടിയിൽ ഒരു ചെറിയ അഭയം തരണമേ എന്ന്. അപ്പോൾ ഈ ചെറിയൊരു ഗോവർദ്ധനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഊഹം കിട്ടിയിട്ടുണ്ടാവും. ഇതാണ്. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹരേ കൃഷ്ണ.